നമസ്കാരം. ഞാൻ ഈ കാസ്റ്റ് അയൺ എഞ്ചിൻ അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു 90ക്ക് മുമ്പുള്ള കാസ്റ്റ് അയൺ എഞ്ചിൻ എല്ലാത്തിനും എഞ്ചിൻ ക്രാങ്ക് കേസിൻ്റെ സ്റ്റഡി പിൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ 2 സ്ലീവായിട്ടുണ്ട്. ഒന്നിവിടെ, ഒന്നിവിടെ. 90ക്ക് ശേഷം എങ്ങനെയാണ് വരുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 90ക്ക് ശേഷമുള്ള വണ്ടികൾ വരുന്നത് അതിൻ്റെ ഈ 2 സ്റ്റഡ് ബോൾട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ക്രാങ്ക് കേസിനെ സെൻറ്റർ ചെയ്യുന്നത്. പക്ഷേ മുമ്പുണ്ടായിരുന്ന ആ എഞ്ചിൻ കേസിൻ്റെ ഇവിടെ ഡുവൽ പിന്നടിക്കുന്ന ഹോളുകൾ അവർ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ സെയിം സൈസ് ഹോളായിരുന്നെങ്കിൽ അവർ കൺഫ്യൂഷൻ ഒഴിവാക്കാമായിരുന്നു. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90ക്ക് ശേഷമുള്ള എഞ്ചിനുകൾ അസംബിൾ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റഡി പിന്നിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ അടിക്കണം, പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഈ 2 സ്ഥലത്താണ് ക്രാങ്ക് കേസ് സെൻറ്റർ ചെയ്യുന്ന സ്റ്റഡി പിന്നുകൾ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്കിനി ഈ 89, 90 ആ സമയത്തൊക്കെ ഉള്ള ആർമി വണ്ടികൾ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലുള്ള 2 സ്റ്റഡി ബോൾട്ടുകൾ മേടിച്ചിട്ട് ഈ പഴയ എഞ്ചിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ കയറുമെന്ന് നോക്കാം. നോർമലി കയറാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ കയറാത്ത എഞ്ചിൻ കേസ് ആണെങ്കിൽ ഈ സ്റ്റഡി അടിച്ച് കയറ്റരുത്. ഇതുപോലെ ഇവിടെ സ്റ്റഡി പിൻ ഫിറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഒരു CA എഞ്ചിൻ്റെ ക്രാങ്ക് കേസാണ്. ഈ ക്രാങ്ക് കേസിൽ നമുക്കറിയാം ടൈമിംഗ് സൈഡിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു ഓയിൽ സീലാണ് വരുന്നത്. പഴയ G2 എഞ്ചിനിൽ അങ്ങനെ ഓയിൽ സീലല്ല വരുന്നത്, ഒരു ബുഷിങ് മാത്രമാണ്. അതുപോലെ 89ന് ശേഷമുള്ള ക്രാങ്ക് കേസിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഓയിൽ സീലാണ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പഴയ മോഡൽ എഞ്ചിൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന് കോർക്ക് വാഷാണ് വരുന്നത്. ഇപ്പോൾ ഓയിൽ സീലുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പേരിൽ നമുക്ക് ഇവിടെ ഇതുപോലെ ഓയിൽ സീൽ ഫിക്സ് ചെയ്യാൻ കഴിയും. അത് ഈ കോളറിന് സ്യൂട്ടായിട്ടുള്ള ഓയിൽ സീലുകൾ അവൈലബിൾ ആണ്. അത് ഈ ക്രാങ്ക് കേസിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്രാങ്ക് കേസിൽ നിന്നും ക്ലച്ചിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓയിൽ പാസേജിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ CA എഞ്ചിന് ഇവിടെ ടൈമിംഗ് കേസിൽ വരുന്നത് ഓയിൽ സീലാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഓയിൽ സീൽ ഈ G2 എഞ്ചിനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കുറേ ദിവസമൊക്കെ വെച്ചിരിക്കുമ്പോൾ ടൈമിംഗ് കേസിൽ ഓയിൽ ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സംഭവം നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ.